Hello friends, welcome to my channel. നല്ല അടിപൊളി ചിക്കൻ പിസയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൽ പിസയുടെ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിസ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഇളം ചൂടുവെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മൂന്ന് പിസ ഉണ്ടാക്കുന്നതിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. മൈദപ്പൊടി എപ്പോഴും ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാവും കേട്ടോ നല്ലത്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പിസയിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒറിഗാനോ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് ഇളം ചൂടുവെള്ളവും പിന്നെ 2 ടീസ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് പിസയിലേക്കുള്ള സോസ് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. സോസിലേക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി, പിന്നെ 9 വറ്റൽമുളകിൻ്റെ കുരു കളഞ്ഞെടുത്തതാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. പിസ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മൊസറല്ല ചീസ്, അതുപോലെ തന്നെ അമൂലിൻ്റെ സ്ലൈസ് ചീസ്, അതുപോലെ തന്നെ ഒറിഗാനോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതൊക്കെ കയ്യിലുണ്ടോയെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി കയ്യിലില്ലെങ്കിൽ ഒന്ന് വാങ്ങിക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തലേ ദിവസം പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിക്കൻ നമുക്ക് തലേ ദിവസം തന്നെ ഫ്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇനി ചിക്കൻ പീസസ് ഒരു മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിസയിലേക്ക് ക്യാപ്സിക്കം നിർബന്ധമാണ് കേട്ടോ. അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടതാണ്. ഇനി ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ ഇല്ലാതെ വെജിറ്റബിൾസ് വെച്ചിട്ടും ഇത് തയ്യാറാക്കാം കേട്ടോ.
ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇളക്കി കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരുപോലെ കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ പിസയിലേക്കുള്ള സോസിൻ്റെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം കേട്ടോ ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച പാൻ ഉണ്ടല്ലോ, അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ കാണിക്കാൻ വിട്ടുപോയതാണേ. ഇനി ഇത് അവിടെ ഇരുന്നിട്ടൊന്ന് തിക്കാവട്ടെ കേട്ടോ. അതിന് ശേഷം ഇത് ഓഫ് ചെയ്യും. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ പിസ്സയുടെ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് 4 പീസാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 4 ഭാഗമാക്കി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 3 ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് 3 ഭാഗമാക്കി എടുക്കും കേട്ടോ. ഇനി വീട്ടിലെന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തലേ ദിവസം ഇത് ഉണ്ടാക്കി വെക്കാം. തലേ ദിവസം തന്നെ പിസ്സ സോസ് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ മാവൊക്കെ തലേ ദിവസം പൊങ്ങാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ വരുന്ന ടൈം ആകുമ്പോൾ ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം സെറ്റാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. ഇനി പിസ്സ ഉണ്ടാക്കാൻ പോകുന്ന പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഒരു മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതാ നമ്മൾ പിസ്സയുടെ അതുപോലെ റൗണ്ട് ആക്കിയിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഷോപ്പിലൊക്കെ പിസ്സക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം നമുക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പിസ്സ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലത്തെ പണികളുടെ ഇടയിൽ തന്നെ ഇതിൻ്റെ ഓരോ ഐറ്റംസ് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മതിയാവും. പിസ്സയുടെ മേലെ വെച്ച് കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ചെറുതാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, 2 സവാളയാണ് എടുത്തത്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ നമ്മുടെ പിസ്സ സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പിസ്സ സോസ് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പീൽ ചെയ്തിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ചീസൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ചേർക്കണമെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം സവാള കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ തക്കാളി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക.
ക്യാപ്സിക്കം യെല്ലോ റെഡൊക്കെ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിസ്സയുടെ മേലെ ചീസ് വെച്ച് കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത് പറ്റില്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അമൂലിൻ്റെ ചീസ് സ്ലൈസ് 1-2 ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിസ്സക്ക് 1 വീതോ അല്ലെങ്കിൽ 2 വീതോ വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒറിഗാനോ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി മുകൾ ഭാഗം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പിസ്സയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓവണൊന്നും ഇല്ലാതെ നമ്മൾ പാനിലാണ് ഈ പിസ്സൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടിയിലൊരു ചെറിയ തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, ഇതേപോലെ. അപ്പോൾ ഫസ്റ്റ് പിസ്സ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമാണ് ഇതിൻ്റെ ടൈം. പക്ഷെ നമുക്ക് എന്നാലും മനസ്സിലാവും മുകളിലുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നല്ല പിസ്സയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. ഫസ്റ്റത്തെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ പിസ്സ ആയിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കട്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഓരോ പിസ്സ ആകുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ അത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.